ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഫുൾ ഫ്ലെയർ ലെഹങ്ക എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായി ഒരു സാരി ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ലെങ്ത് വേണ്ടത് 39 ഇഞ്ചാണ്. 2 ഇഞ്ച് ബെൽറ്റിൽ പോകും. അപ്പോൾ 39 2 ഇഞ്ച് മൈനസ് 37 പ്ലസ് താഴെ ബോർഡർ ഉള്ളതുകൊണ്ട് മേലെ ബെൽറ്റ് അറ്റാച്ചിങ്ങിലേക്ക് അരയിഞ്ച് ചേർത്ത് 37.5 കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 37.5 ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടയാള പ്രദേശം മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ലെങ്ത്തുള്ള ഫാബ്രിക് ആയതുകൊണ്ട് നിങ്ങൾ ക്യാമറയിൽ ഫുള്ളായി കാണുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം നീക്കി വെച്ച് കാണിക്കുന്നുണ്ട്. 37.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇത് 4 ഫോൾഡിലാണ് ഉള്ളത്. ഏകദേശം 5 മീറ്റർ ഫാബ്രിക് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ആ ഫാബ്രിക്. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഇതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കുന്നത്, എത്ര തുണി എടുക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് നമുക്ക് വേറൊരു ചെറിയ ഫാബ്രിക് എടുത്തിട്ട് അതിൽ നോക്കാം. ഇത് വലിയ ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാമറയിൽ കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേറൊരു ഫാബ്രിക് എടുത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ തുണി കാൽക്കുലേഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു കോട്ടൺ ഫാബ്രിക്കിന്റെ ബിറ്റ് എടുത്തിട്ടുണ്ട്. ബോക്സ് പ്ലീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുന്നതിനായി ഫസ്റ്റ് നമ്മൾക്ക് എത്ര ഇഞ്ചിന്റെ പ്ലീറ്റാണ് വേണ്ടതെന്ന് ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം. 2 ഇഞ്ചാണോ 1.25 ഇഞ്ചാണോ 3 ഇഞ്ചാണോ അത് ഡിസൈഡ് ചെയ്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിനായി 2 ഇഞ്ച് ഡിസൈഡ് ചെയ്തിട്ട് കാണിക്കാം. ഫസ്റ്റ് നമ്മൾക്ക് ചെയിൻ വെക്കുന്നു. അതിനായി 1 ഇഞ്ച് മാർജിൻ വിടുക. ചെയിൻ വെക്കുകയോ സ്ലിറ്റോ എന്ത് വേണമെങ്കിലും സൈഡിൽ അടിക്കുന്നതിന് ഇവിടെ 1 ഇഞ്ച് വിടുക. അതിനുശേഷം 2 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 2 ഇഞ്ചിന്റെ അളവിൽ ഗ്യാപ്പിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിന്റെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ബോക്സ് ഡിസൈഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി 1 ഇഞ്ച് ഇവിടെ സിബിന്റെ മാർജിൻ വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ആദ്യത്തെ 2 ഇഞ്ചിൽ നിന്നും എടുത്തിട്ട് ഈ ഒരു മാർക്കിങ്ങിലേക്ക് നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്നും എടുത്തിട്ട് അടുത്ത മാർക്കിങ്ങിലേക്ക് യോജിപ്പിച്ച് നോക്കാം. ഇപ്പോൾ ഒരു ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഇതിനെ ഒരു സൂചി കൊണ്ട് പിൻ ചെയ്ത് വെക്കാം. ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബോക്സിനായി ഈ ഒരു മാർക്കിൽ നിന്നും ഇതിന്റെ തൊട്ടടുത്തുള്ള മാർക്കിൽ നിന്നും ഇവിടെ ചേർത്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു അടുത്ത 2 ഇഞ്ചിന്റെ മാർക്കിങ്ങിൽ നിന്നും അടുത്ത 2 ഇഞ്ചിന്റെ മാർക്കിങ്ങിൽ നിന്നും എടുത്ത് ചേർത്ത് അടുത്ത പ്ലേറ്റും കിട്ടിയിരിക്കുന്നു. ഇതിനെ നമുക്കൊരു സൂചി ഉപയോഗിച്ച് ക്ലിപ്പ് ചെയ്യാം. ഇങ്ങനെ നമ്മൾക്ക് എത്രയാണോ പ്ലേറ്റ് ആവശ്യമുള്ളത് അത്രയും പ്ലേറ്റ് നമുക്ക് ഇട്ടിട്ട് പോകാവുന്നതാണ്. ഈ ഒരു പ്ലേറ്റിൽ നമ്മൾക്ക് 1 2 3 ഇരട്ടി ഫാബ്രിക് പോകും. നമുക്ക് എത്രയാണോ വേസ്റ്റ് വേണ്ടത് അതിന്റെ 3 ഇരട്ടി ഫാബ്രിക് യൂസ് ആവുന്നത്. അപ്പം ഇത് ഒരു 34 ഇഞ്ച് വേസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ 34ന്റെ 3 ഭാഗം 102 ഇഞ്ച് ഫാബ്രിക് ഇതിൽ ഇപ്പോൾ 102 പ്ലസ് 1 ഇഞ്ച് ഇവിടെയും 1 ഇഞ്ച് ആ സൈഡിലും മാർജിൻ വിടണം. അപ്പൊ 102 പ്ലസ് 2 104 ഇഞ്ച് ഫാബ്രിക് പോകുന്നതായിരിക്കും. ഇപ്പൊ 104 divided 39
2.66 270 തുണി നമുക്ക് ആവശ്യമാണ് ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ. ഇതിൽ ഫ്ലെയർ കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ അടിക്കണമെങ്കിൽ ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. ഇനി കൂടുതൽ ഫ്ലെയർ ആണ് വേണ്ടതെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം. കൂടുതൽ ഫ്ലെയർ ആണ് വേണ്ടതെങ്കിൽ നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഫസ്റ്റ് പ്ലീറ്റിൽ നിന്നും എടുത്ത് ഈ ഒരു പ്ലീറ്റിനെ യോജിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ഒരു പ്ലീറ്റ് എടുത്ത് ഇങ്ങോട്ട് യോജിപ്പിക്കും. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇനി കൂടുതൽ ഫ്ലെയർ ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്ത ശേഷം 1 2 മൂന്നാമത്തെ ലൈൻ പിടിച്ചിട്ട് ഈ രണ്ടാമത്തേൽ കൊണ്ടുപോയി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് ഒന്നിനെ പിടിച്ചുകൊണ്ട് ഇവിടെയും കൊണ്ടുപോയി യോജിപ്പിക്കാം. ഇപ്പോൾ ഒരു പ്ലേറ്റ് റെഡിയായി. ഇതിനെ പിൻ ചെയ്ത് കൊടുക്കാം. ഇതിൽ എത്ര തുണി പോയിട്ടുണ്ടെന്ന് നോക്കാം. ഇതിൽ 1 2 3 4 5 ഇതിൽ 5 മടങ്ങ് തുണി പോയിട്ടുണ്ട്. 1 2 3 4 5. അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ ഇപ്പോൾ 34 ഇഞ്ച് വേസ്റ്റ് ആണെങ്കിൽ 34ന്റെ 5 ഇരട്ടി തുണി പോകുന്നതായിരിക്കും. 34 × 5 സോ 170 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് ഇവിടെയും 1 ഇഞ്ച് എൻഡിലും 2 ഇഞ്ച് 172 ഇഞ്ച് തുണി പോകുന്നതായിരിക്കും. ഡിവൈഡഡ് 39. അപ്പോൾ 4 മീറ്റർ 440 4 മീറ്ററിനടുത്ത് തുണി ആവശ്യമാണ് ഈ ഒരു മോഡലാണ് അടിക്കുന്നതെങ്കിൽ. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫ്ലെയർ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഒരു പ്ലേറ്റ് കൂടെ ഇട്ട് നോക്കാം. ഇവിടെ നിന്ന് 1 ഇഞ്ച് പിടിക്കുന്ന ഒരെണ്ണം സ്കിപ്പ് ചെയ്ത ശേഷം ഇവിടെ കൊണ്ട് വയ്ക്കുന്നു. അതിനുശേഷം ഈ ഒരു എഡ്ജിൽ നിന്നും പിടിച്ചിട്ട് അടുത്ത ഒരെണ്ണം അതിൻ്റെ ഉള്ളിലേക്ക് വിട്ടതിന് ശേഷം പിൻ ചെയ്യാം. അപ്പോൾ ഞാൻ 2 പ്ലേറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി മൂന്നാമതൊരു പ്ലേറ്റ് കൂടെ എടുത്ത് നോക്കാം. ഇവിടെ നിന്നും എടുത്ത് ഒരെണ്ണം വിട്ടതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് വയ്ക്കാം. അതിനുശേഷം ഈ എഡ്ജിൽ നിന്നും എടുത്ത് ഈ ഒരു പ്ലേറ്റിന് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അടുത്തതിൽ യോജിപ്പിക്കുക. ഇപ്പോൾ 3 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എത്ര തുണി പോകുന്നുണ്ട്? 1 2 3 4 5 5 മടങ്ങ് തുണി പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 3 പ്ലേറ്റ് എടുത്തതിൽ ഇതിൽ എത്ര ഫ്ലെയർ വരുന്നുണ്ട് നോക്കാം. ഇത് 3 പ്ലേറ്റ് എടുത്തതിൽ തന്നെ ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് വലിയ ആളുകൾക്കുള്ള ലെഹങ്കയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇനി ഒരുപാട് കൂടുതൽ ഫ്ലെയർ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരെണ്ണം വിട്ട ശേഷം ഇതിങ്ങോട്ടേക്ക് വെക്കുക. ഇപ്പോൾ ഒരു പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് തൊട്ടടുത്തൊരു പ്ലേറ്റ് എടുത്തിട്ട് വീണ്ടും ഇതിന്റെ മേലെ വീണ്ടും അടുത്തൊരു പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് 2 പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. 1 2. അതിനുശേഷം ഇവിടെ നിന്നും ഈ ഒരു പ്ലേറ്റിനെ ഉള്ളിലേക്ക് വിട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്ലേറ്റിനെ വിട്ട ശേഷം ഇവിടെ നിന്ന് എടുത്ത് അടുത്ത ഒരു പ്ലേറ്റ് വെക്കുക. അതിന് മേലെ തൊട്ടടുത്ത ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ നിന്നും അതിന് മേലെ രണ്ടാമതൊരു പ്ലേറ്റ് വെക്കുക. അതിനുശേഷം ഇവിടെ നിന്നും അടിഭാഗത്തേക്ക് ഒരു പ്ലേറ്റ് കൊടുത്ത് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക.
ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 2 പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. വളരെ ഒരുപാട് ഫ്ലെയർ കിട്ടുന്നതായിരിക്കും. ഒരുപാട് കൂടുതൽ ഫ്ലെയർ കിട്ടുന്നതായിരിക്കും. ഇതിന് എത്ര തുണിയാണ് പോകുന്നത് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 മടങ്ങ് തുണി പോകുന്നതായിരിക്കും. അതായത് വേസ്റ്റ് എത്രയുണ്ടോ അതിൽ നിന്നും 7 മടങ്ങ് തുണി പോകുന്നതായിരിക്കും. 34 ഇഞ്ച് വേസ്റ്റ് ആണെങ്കിൽ 34 ഇൻറ്റു 7 238 ഇഞ്ച് പോവും. പ്ലസ് 1 ഇഞ്ച് രണ്ട് സൈഡിലും ഇപ്പോൾ 2 ഇഞ്ച് 240 ഇഞ്ച് ഡിവൈഡഡ് 39 6.25 മീറ്റർ 6 മീറ്റർ 15 സെന്റിമീറ്റർ തുണി പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫ്ലെയർ കിട്ടുന്നതായിരിക്കും. നോർമലി നമ്മൾക്ക് ഫസ്റ്റ് എടുത്ത മാതിരി 5 മടങ്ങ് തുണി അധികമായി എടുത്ത് ഒരു ഫ്ലെയർ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഒരുപാട് കൂടുതലാണ് വേണ്ടതെങ്കിൽ മാത്രം ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടതാണ്.